ഈ ആല എന്താക്കി മാറണം? ദേവാലയമാക്കി ഉയർത്തണം. നമ്മൾ ആല എന്താക്കണം? ബ്രഹ്മാലയമാക്കി മാറ്റണം. ഈ ആല എന്താക്കി മാറ്റണം? ഇവിടെ ശ്രദ്ധിക്കൂ, വസുദേവാലയമാക്കി മാറ്റണം. വസുദേവാലയമാക്കി മാറ്റണം. എവിടെ? അവനവൻ്റെ ഹൃദയം. വ്യാസഭഗവാൻ തന്നെ ഭീഷ്മ പിതാമഹർ യുധിഷ്ഠിരന് പറഞ്ഞ വിഷ്ണു സഹസ്രനാമത്തിൽ ശരശയ്യയിൽ കടന്നുകൊണ്ട് പറയുന്നു, ഭൂതാവാസോ വാസുദേവോ സർവാസനിലയോ നല. ഭൂതാവാസോ വാസുദേവോ, സർവഭൂതങ്ങളിൽ അന്തർബഹിച്ച തത് സർവം വ്യാപ്യ നാരായണ സ്ഥിതി. അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുകയാണ്, വസിക്കുകയും ജ്വലിക്കുകയും ചെയ്യുന്ന ആ വാസുദേവൻ്റെ ആലയം, അതാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ ഈ ബ്രഹ്മാലയം ദേവാലയമായി മാറും. അപ്പോഴോ അവിടെ ചില രസങ്ങളുണ്ടാകും. എന്താണ് രസം? രസിപ്പിക്കുന്നത്. എന്തിനു രസിപ്പിക്കുന്നത്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ രസിപ്പിക്കുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ രസിപ്പിക്കുന്ന സർവരസ ഗുണാലയമാകണം എന്ത്? നമ്മുടെ ഹൃദയം. അപ്പോഴോ പിബത ഭാഗവതം രസമാലയം. ഇത് ഭാഗവതം പഠനത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം സർവരസ സർവഗുണരസാലയമായി മാറുള്ളൂ. അപ്പോൾ ഭാഗവതം വായിക്കുന്ന കുടുംബം, ഭാഗവതം പഠിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ സർവഗുണസമ്പന്നരായി സർവഗുണരസാലയമായി മാറും. സത്യം പരം ധീമഹി. 4 വാൾവുള്ള ഹൃദയം തൊട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ ജീവിത അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ അച്ഛൻ എനിക്ക് മുന്നേ കാണിച്ചു തന്ന ഈ പാദങ്ങളാണ്. ഇത് തൊട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.